നേപ്പാളിന് പിന്നാലെ ഇപ്പോൾ ഒന്നാംകിട ലോകരാഷ്ട്രം പോലും തകർച്ചയിലേക്ക് നീങ്ങുന്ന വാർത്തകളാണ് യൂറോപ്പിൽ നിന്നും പുറത്തു വരുന്നത്. ദീർഘവീക്ഷണമില്ലാത്ത ഒരു നേതാവിന് കീഴിൽ ഫ്രാൻസിൽ 2 വർഷത്തിനിടെ പുറത്തു പോകേണ്ടി വന്നത് 5 പ്രധാനമന്ത്രിമാർക്കാണ്. പ്രസിഡന്റ് സ്ഥാനത്ത് താൻ സുരക്ഷിതനാണെന്ന് വിശ്വസിക്കുന്ന ഇമ്മാനുവൽ മാക്രോണിന് കനത്ത പ്രഹരമേൽപ്പിച്ച് ഫ്രാൻസിന്റെ തെരുവുകൾ കത്തുകയാണ്. 2 ലക്ഷത്തിലധികം പൗരന്മാരാണ് തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത്. മരണസംഖ്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും 300-ലധികം പേർ അറസ്റ്റിലാകുകയും ചെയ്തു. എല്ലാം തടയുക, അതായത് ബ്ലോക്ക് എവരിത്തിങ് എന്ന മുദ്രാവാക്യം ഒഴുക്കിയാണ് ജനലക്ഷങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നത്. പ്രതിഷേധത്തിനിടെ തലസ്ഥാന നഗരമായ പാരീസിൽ പ്രകടനക്കാർ ബാരിക്കേഡുകൾക്ക് തീയിടുകയും ഒട്ടേറെ വാഹനങ്ങൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. പിന്നാലെ കണ്ണീർവാതകം പ്രയോഗിച്ച് പോലീസ് സമരക്കാരെ പിരിച്ചുവിട്ടു. സംഘർഷത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ 200-ലധികം പേരെ അറസ്റ്റ് ചെയ്തതായി അധികൃതർ അറിയിച്ചു. ബുധനാഴ്ചയാണ് ഫ്രാൻസിൽ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ ഉണ്ടായത്. പ്രകടനക്കാർ പോലീസുമായി ഏറ്റുമുട്ടുകയും പാരീസിലും മറ്റ് നഗരങ്ങളിലും റോഡുകൾ തടയുകയും തീയിടുകയും ചെയ്തു. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനും സർക്കാരിനുമെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് ജനങ്ങളാണ് തെരുവിലിറങ്ങിയത്. റെൻസിൽ ഒരു ബസ്സിന് തീയിട്ടതായും പവർ ലൈന് കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് തെക്ക് പടിഞ്ഞാറൻ മേഖലയിലെ ട്രെയിൻ സർവീസുകൾ നിർത്തിവെച്ചതായും ആഭ്യന്തരമന്ത്രി ബ്രൂണോ എൽറ്റെയിലോ പറഞ്ഞു. പ്രകടനക്കാർ കലാപാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. വലിയ തോതിലുള്ള ആക്രമണങ്ങൾ തടയുന്നതിനായി മാക്രോൺ സർക്കാർ രാജ്യത്തുടനീളം 800 പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു. എന്നാൽ പ്രകടനക്കാർ വിവിധയിടങ്ങളിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും തീയിടുകയും പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു. പാരീസിൽ മാലിന്യപ്പെട്ടികൾക്ക് തീയിട്ടപ്പോൾ പ്രധാന പാതകളിൽ ഗതാഗത തടസ്സം നേരിട്ടു. രാജ്യത്തെ സ്തംഭിപ്പിക്കുക എന്ന ലക്ഷ്യം നടപ്പാക്കാനായില്ലെങ്കിലും ഗതാഗതം തടസ്സപ്പെട്ടു. തിങ്കളാഴ്ച പാർലമെന്റിലെ വിശ്വാസ വോട്ടെടുപ്പിൽ പ്രധാനമന്ത്രി ഫ്രാൻസോ ബെയ്റോ പരാജയപ്പെട്ടതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ കൊള്ളക്കങ്ങൾക്ക് പിന്നാലെയാണ് ഫ്രാൻസിൽ പ്രതിഷേധങ്ങൾ തുടങ്ങിയത്. പൊതു അവധികൾ വെട്ടിക്കുറയ്ക്കുന്നതും പെൻഷനുകൾ മരവിപ്പിക്കുന്നതും ഉൾപ്പെടെയുള്ള കർശനമായ സാമ്പത്തിക അച്ചടക്ക നടപടികൾ പ്രഖ്യാപിച്ച ബെയ്റോ പരാജയത്തിന് തൊട്ടു പിന്നാലെ രാജിവെച്ചിരുന്നു. ചൊവ്വാഴ്ച മാക്രോൺ തന്റെ വിശ്വസ്തനായ പ്രതിരോധ മന്ത്രി സെബാസ്റ്റ്യൻ ലെക്കോർണുവിനെ പുതിയ പ്രധാനമന്ത്രിയായി പ്രഖ്യാപിച്ചു. 12 മാസത്തിനിടെ ഇത് 4ാമത്തെ പ്രധാനമന്ത്രിയാണ്. ദ്രുതഗതിയിലുള്ള ഈ മാറ്റങ്ങൾ രാജ്യത്തെ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് അടിവരയിടുന്നു. അതോടൊപ്പം രാജ്യവ്യാപകമായ അതൃപ്തിയെ മാക്രോൺ അവഗണിക്കുന്നുവെന്ന് ആരോപിക്കുന്നവരുടെ രോഷം വർദ്ധിപ്പിക്കുന്നതിനും കാരണമായി. ബെയ്റോയുടെ രാജി തങ്ങളുടെ പരാതികൾക്ക് പരിഹാരമാവുന്നില്ലെന്ന് യൂണിയനുകളും പ്രതിഷേധ സംഘടനകളും വാദിച്ചു. എല്ലാം തടയുക എന്ന പ്രസ്ഥാനം ഈ വർഷം ആദ്യത്തോടെയാണ് ആരംഭിച്ചത്. മാക്രോണിന്റെ നയങ്ങൾ അസമത്വം വർദ്ധിപ്പിക്കുന്നുവെന്ന് കരുതിയ തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, ആക്ടിവിസ്റ്റുകൾ എന്നിവർക്കിടയിൽ പണിമുടക്കിനും ബഹിഷ്കരണങ്ങൾക്കും തെരുവ് പ്രതിഷേധങ്ങൾക്കുമുള്ള ഈ പ്രസ്ഥാനത്തിന്റെ ആഹ്വാനം വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എന്നാൽ നേപ്പാളിലെ പ്രതിഷേധങ്ങൾക്ക് സമാനമായി ഫ്രാൻസിലെ ഈ പ്രസ്ഥാനത്തിനും കേന്ദ്രീകൃതമായ നേതൃത്വമില്ല. ഇതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. റോഡുകൾ തടയുന്നത് മുതൽ ബാങ്കുകളിൽ നിന്ന് പണം പിൻവലിക്കുന്നതും ആമസോൺ, കാരിഫോർ തുടങ്ങിയ ആഗോള കുത്തകളെ ബഹിഷ്കരിക്കുന്നതും വരെയുള്ള ഈ പ്രസ്ഥാനത്തിന്റെ തന്ത്രങ്ങൾ 2018-19 കാലഘട്ടത്തിലെ യെല്ലോ വെസ്റ്റ് പ്രതിഷേധങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഇന്ധന നികുതി വർധനവിനെതിരെ തുടങ്ങിയ ആ പ്രകടനങ്ങൾ പെട്ടെന്ന് തന്നെ മാക്രോണിനെതിരായ വലിയ പ്രക്ഷോഭമായി മാറുന്നതും ലോകം കണ്ടതാണ്.